എന്ത് ബോറ് പാട്ടാണല്ലേ. നിനക്ക് ഈ ചങ്ങലേക്ക് നൂരി മാറ്റിക്കൂടെ എന്നെ? റോബർട്ട് ജോൺസൺ മ്യൂസീഷ്യൻ ആയത് തന്റെ ആത്മാവ് ഡെവിളിൽ പണയം വെച്ചിട്ടാണ് എന്നൊക്കെയാണ് മിത്ത്. താൻ തള്ളിയതല്ലേ? സത്യത താൻ കേട്ടിട്ടുണ്ടത്? പോടോ, താൻ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. താൻ ഇത്ര വലിയ ആളായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ കുട്ടി. ഓ, ഡെവിളിന്റെ കയ്യിലാണോ സംഗീതം ഇരിക്കുന്നേ? ഏയ് അതൊന്നുമില്ല. അത് മനുഷ്യൻ അത്ര നന്നായിട്ടൊന്നും ഗിറ്റാർ വായിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കിയൊരു കഥയായിരിക്കണം. നീ ഇപ്പൊ പാട്ടും ഗിറ്റാറും ഒന്നുമില്ലേ? കലയൊക്കെ മോരടിച്ചെന്നേ. ഒരു ലോഡ് സ്ട്രെസ്സും പിന്നെ കൂട്ടുകാരില്ലാത്തൊരു നാടും. നിനക്ക് എന്നാ തിരിച്ച് ഇന്ത്യക്ക് വന്നൂടെ? ഇവിടെ ഡീസന്റ് ആയിട്ട് ജീവിക്കാനുള്ള ജോലിയൊക്കെ കിട്ടും. വരണം, കുറച്ച് പൈസ കൂടെ ഉണ്ടാക്കിയിട്ട് വരാം. നിനക്ക് നമ്മുടെ പഴയ ക്രിസ്തുജ്യോതി +2 ടീംസ് ആയിട്ട് വല്ലതും കോണ്ടാക്ട് ഉണ്ടോ? ആ, തൊമ്മിച്ചനായിട്ടുണ്ട്. അവൻ ബാംഗ്ലൂർ അല്ലേ? അവൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് റിയാക്ഷൻ ഒക്കെ തരാറുണ്ട്. ബാംഗ്ലൂർ അവൻ ആരുടെ താമസം അറിയോ? നമ്മുടെ ഒരു ക്ലാസ്മേറ്റിന്റെ കൂടെയാ. അർജുനോ? ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയോ? ക്ലൂ തരട്ടെ? തുളസി കതിര്, കാച്ചിയെണ്ണ, ചന്ദനക്കുറി. അശ്വതിയോ? എടാ, അവളെ ഞാൻ ഒരു 6 മാസം മുമ്പ് ശ്രീയുടെ കല്യാണത്തിന് കണ്ടതാ. അവൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അവര് റിലേഷൻഷിപ്പും കുഴപ്പമൊന്നുമല്ല. ഇത് മറ്റേതാ, ഫ്രണ്ട്സ് വിത്ത് കുത്തിക്കഴപ്പ്. അത് അസൂയാണ്. അസൂയി എന്തിന്? എടി, പ്രേമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ല. ഇത് ജസ്റ്റ് കഴപ്പാണ്, കഴപ്പ്. ലാസ്റ്റ് ഒരു കുഴപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ, ആർക്കും വെള്ളം വരാലോ. അതിന് ആദ്യം ലവ് വരണ്ടേ, എന്നിട്ടല്ലേ ലസ്റ്റ്. ശരിക്കും ഒന്ന് ആലോചിച്ചേ, ആദ്യം ലാസ്റ്റ് അല്ലേ വരുന്നത്, എന്നിട്ട് ഇതൊക്കെ കഴിയുന്ന ഒരു പോയിന്റിലല്ലേ ലവ് വരുന്നത്. വൈഷ്ണവി, എടി നീ ശരിക്കും പഴയ വൈഷ്ണവി തന്നെയാണോ? പണ്ട് എന്റെ പേരൂട്ടി വൈഷ്ണവി രാഘവെന്ന് എഴുതിയതിന് ഒരു ദിവസം മൊത്തം നീ കരഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതിപ്പോ നീയും പഴയ ആളൊന്നും അല്ലല്ലോ, നീയും കൊറേ മാറി. +2 കഴിഞ്ഞ് എന്തുമാത്രം മാറി. എന്റെ അമ്മ, ഒരു ബ്രേക്കപ്പ് നിന്റെ ലൈഫിൽ ആകെ അതല്ലേ മോളെ വലുതായിട്ട് സംഭവിച്ചത്? ഒന്നല്ല 2 ബ്രേക്കപ്പ്. ഓ, കോളേജിൽ എനിക്കറിയാം. പിന്നെ ഉണ്ടായാ? അങ്ങനെയല്ല ഞാൻ ബ്ലൂസ് ഫാൻ ആയത്. വെറും ഇന്റലക്ച്വൽ പ്രെറ്റൻഷ്യസ് ഓഫ് ചാട മ്യൂസിക്കാ. ഞാൻ നിനക്കൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഒരു 5 മിനിറ്റ് ക്ഷമയോടെ മൈൻഡ് ഫ്രീ ആയിട്ടൊന്ന് കേട്ടു നോക്ക്. വായോ. കിട്ടിയോ? ചെറുതായിട്ട് ഒരു 3-4 തവണയും കൂടെ കേട്ടാ ശരിക്കും. എടി, ഞാനൊരു സുഹൃത്ത് വിളിച്ചിട്ട് വരാം. നീ ഇവിടെ ഇരുന്ന് വിളിച്ചോ, എനിക്ക് വേണം 2 പോകാം. എന്നാലും എന്റെ വൈഷു. എടി, ഞാനിന്ന് പോണോ? അപ്പൊ നിനക്ക് നിന്റെ വീട്ടുകാരെ കണ്ടേ? അല്ല, ഞാൻ വിചാരിച്ചു ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാലോ. ഇപ്പൊ ഇറങ്ങിയാൽ നിനക്ക് ട്രെയിൻ പിടിക്കാം. എനിക്കാണെങ്കിൽ 1 മണിക്കൂറിൽ ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്. പിന്നെ നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നീ പോണ്ട. അല്ല, ഞാൻ നിന്റെ ക്യാബ് വന്നു. എന്താടാ?
send the weekly report? Yeah, I sent the mail across. Did you copy me? Yes, you're copied. Okay, I'll check. Hey, Vaishnavi, by the way, are you alright? വൈശു Your sound doesn't seem നീ എന്താ right. കാര്യമാണോ? എന്താ കാര്യം? Are you okay? Are you still in? I think your call is mute. No, it's just a cold. Nothing else. Okay, sure. Are you sure? Okay, fine. Take rest, Vaishnavi. Good night. Good night. വൈശു 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 എന്തു പറ്റി? കാര്യം പറ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടിന്. വൈശു നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ കരയില്ല ഇങ്ങനെ. ഷാരു ആ വെള്ളം ഒന്ന് പാസ് ചെയ്തേ. വെള്ളം കുടിച്ചേ. വൈശു നീ ഓക്കെ ആണോ? പറ, ഓക്കെ ആണോ നീ? സോറി, ഞാൻ ഓക്കെയാ. ശരി, വാ നമുക്ക് പുറത്തു പോവാം. ஏய் சாப்பிட போலாமா? ഓ സാപ്പിട പോലാമാ? ഇതുവരെ സാർ ഒരാൾ കരയുന്ന കണ്ടിട്ട് മൈൻഡ് ചെയ്ത് പോലും ഇല്ലല്ലോ. எப்போ மாதிரி பிரேக்கப் விஷயம் தானே. സാറിന് പിന്നെ എന്താ വിഷയം വേണം? பசங்க விஷயத்தை தவிர வேற என்ன வேணாலும் பேசலாம். ശരി, എങ്ക പുറത്തു പോയാലോ? എനിക്ക് ഡ്രസ്സൊന്നും മാറാൻ വയ്യ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ഇല്ല, പോവാണെങ്കിൽ നമ്മൾ എല്ലാരും കൂടെ പോകുന്നുള്ളൂ. மொட்டை மாடி போலாமா? தம் அடிக்கலாமா? தம் வச்சிருக்க? ദമ്മൊക്കെ വെച്ചിരിക്ക്, പോവാം. മൊത്തം കൊതുകായിരിക്കും. கொதுவா? அதான் இது இருக்கே. വാ വൈശു.